നമസ്കാരം, ഞാൻ വിനീത്. ഇ-ലേണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പോലീസ് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് 30 മാർക്കിന്റെ കാര്യങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ്. തുടർന്ന് നിങ്ങൾ എന്നിൽ നിന്ന് കാണുക. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഇതിൽ നിന്നും ബേസിക് നോളജ് ഓൺ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിത്ത് റെസ്പെക്ട് ടു സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 എന്ന സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഭാഗത്തിൽ നിന്നും CMV റൂൾ 1989 റൂൾ 31A ഡ്രൈവിംഗ് തിയറി ഫുട്ട് ആൻഡ് ഹാൻഡ് അതർ കൺട്രോൾസ് എന്നുള്ള ഭാഗമാണ്. നോക്കിക്കേ, അതായത് 1989 മോട്ടോർ വാഹന നിയമം അനുസരിച്ച് ബേസിക് നോളജ് ഓൺ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ടുള്ള അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ CMV റൂൾ 1989 റൂൾ 31A കേന്ദ്ര മോട്ടോർ വാഹന നിയമം റൂൾ 31A പറഞ്ഞിരിക്കുന്ന ഡ്രൈവിംഗ് തിയറി, അതിലെ ഫുട്ട്, ഹാൻഡ് ആൻഡ് അതർ കൺട്രോൾ, ഫുട്ട് കൺട്രോളുകൾ, ഹാൻഡ് കൺട്രോളുകൾ, മറ്റു കൺട്രോളുകൾ, ഇതിന്റെ ഒരു ക്ലാസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് അവതരിപ്പിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കുക, ഫുട്ട് കൺട്രോൾ. എന്താണ് ഫുട്ട് കൺട്രോൾ എന്ന് നോക്കാം. ഒരു വാഹനത്തെ നമ്മൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ കാലുകൾ കൊണ്ടും കൈകൾ കൊണ്ടുമൊക്കെയാണ്. അപ്പോ ഫുട്ട് എന്നാൽ പാദം അഥവാ നമ്മുടെ കാൽ എന്നുള്ളതാണ്. കാൽപാദം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കാലുകൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനത്തെ നിയന്ത്രിക്കുന്നു. അതിനാവശ്യമായ കൺട്രോളുകളെയാണ് ഫുട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. ഏതൊക്കെയായിരിക്കാം നമ്മൾ ഫുട്ട് കൺട്രോളുകളായിട്ട് ഉപയോഗിക്കുന്നത്? അതെ, വാഹനം ഓടിക്കുന്ന നമുക്കറിയാം ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ABC എന്ന് ഓർത്തു വെക്കുക. ഇത് മൂന്നുമാണ് ഫുട്ട് കൺട്രോൾ ആയിട്ട് സാധാരണഗതിയിൽ വാഹനത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അതിൽ ഓരോന്നിനെ പറ്റിയും വിശദമായി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നോക്കുക, ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ആക്സിലറേറ്റർ പെഡലിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാമല്ലേ, ആക്സിലറേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാം. നമ്മുടെ ആവശ്യാനുസരണം വാഹനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് അല്ലെങ്കിൽ ഒരു കൺട്രോൾ ആണ് എന്തെന്ന് പറയുന്നത് ആക്സിലറേറ്റർ അഥവാ ആക്സിലറേറ്റർ പെഡൽ എന്ന് പറയുന്നത്. ആക്സിലറേറ്റർ പെഡലിൽ നമ്മൾ കാലമർത്തുന്നതോടുകൂടി വാഹനത്തിന്റെ വേഗത വർദ്ധിക്കുന്നുണ്ടെന്നും നമുക്കറിയാം. ഇതെങ്ങനെ സംഭവിക്കുന്നു നോക്കുക. ഇന്ധനത്തിന്റെയോ ഇന്ധനവായു മിശ്രിതത്തിന്റെയോ പ്രവാഹത്തെ ക്രമീകരിച്ച് വാഹനത്തിന്റെ വേഗത നിയന്ത്രിക്കുന്ന സംവിധാനത്തെ ആക്സിലറേറ്റർ എന്ന് പറയുന്നു. അപ്പോ എന്താണ് ആക്സിലറേറ്റർ? വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം അല്ലെങ്കിൽ ഇന്ധന വായു മിശ്രിതം, അപ്പോൾ ഇതിന്റെ പ്രവാഹത്തെ ക്രമീകരിക്കുന്നു. ഇന്ധനത്തിന്റെയോ ഇന്ധനവായു മിശ്രിതത്തിന്റെയോ എഞ്ചിനിലേക്കുള്ള പ്രവാഹത്തെ നിയന്ത്രിച്ചുകൊണ്ട് വാഹനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്ന ഉപകരണമാണ് ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. കൂടുതൽ ഇന്ധനം എഞ്ചിനിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൂടുതൽ പവർ ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ വാഹനത്തിന്റെ വേഗത വർദ്ധിക്കുന്നു. ആക്സിലറേറ്റർ പെഡലിൽ കാൽ അമർത്തുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതെ, ഇന്ധനത്തിന്റെയോ ഇന്ധന വായു മിശ്രിതത്തിന്റെയോ പ്രവാഹം എഞ്ചിനിലേക്ക് കൂടുതലായിട്ടെത്തും. അത് അവിടെ ബേൺ ചെയ്ത് കൂടുതൽ പവർ ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ എന്തു ചെയ്യും? ഈ പവർ വാഹനങ്ങളുടെ ചക്രങ്ങളിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് വാഹനത്തിന്റെ വേഗത വർദ്ധിക്കും. അപ്പോ ഇതിനുള്ള ഒരു ഉപകരണമാണ് ആക്സിലറേറ്റർ. ആക്സിലറേറ്റർ പെഡലിൽ കാലമർത്തുന്നത് വഴി എന്താ സംഭവിക്കുന്നത് നോക്കുകയും, ത്രോട്ടിൽ വാൽവിനെ നിയന്ത്രിച്ചുകൊണ്ടാണ് വാഹനത്തിന്റെ എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹത്തെ നിയന്ത്രിക്കുന്നത്. നമ്മൾ ആക്സിലറേറ്റർ പെഡലിൽ കാലമർത്തുന്നതോട് കൂടിയിട്ട് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ത്രോട്ടിൽ വാൽവ്, അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്, ഓർത്തു വെച്ചേക്കണം ആ ഒരു പേര്. ത്രോട്ടിൽ വാൽവ് തുറക്കുവാൻ തുടങ്ങും. ത്രോട്ടിൽ വാൽവ് തുറക്കുന്നതോടുകൂടി എഞ്ചിനിലേക്ക് കൂടുതൽ ഇന്ധനവായു മിശ്രിതം അല്ലെങ്കിൽ ഇന്ധനം എത്തിച്ചേരും. അവിടെ ആ ഇന്ധനം ബേൺ ചെയ്ത് പവർ ഉൽപ്പാദിപ്പിക്കും. ആ പവർ ചക്രങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി വാഹനത്തിന്റെ വേഗത വർദ്ധിക്കും. അപ്പോ ഈ ത്രോട്ടിൽ വാൽവിനെയാണ് ആക്സിലറേറ്റർ പെഡൽ അമർത്തുന്നത് വഴി നിയന്ത്രിക്കുന്നത്. ആക്സിലറേറ്റർ പെഡലിൽ കാലമർത്തുമ്പോൾ ത്രോട്ടിൽ വാൽവ് കൂടുതൽ തുറക്കും.
കാൽ റിലീസ് ചെയ്യുന്ന സമയത്ത് ത്രോട്ടിൽ വാൽവ് പതുക്കെ അടയുകയും ചെയ്യും. ആക്സിലറേറ്ററിന്റെ ഉപയോഗം വാഹനത്തിന്റെ ഇന്ധനക്ഷമതയെ സ്വാധീനിക്കുന്നു. അപ്പോ ആക്സിലറേറ്റർ കൂടുതൽ കാലമർത്തുമ്പോൾ വാഹനത്തിന്റെ ഇന്ധനക്ഷമത കുറയുവാനാണ് സാധ്യത. അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ആക്സിലറേറ്റർ ഉപയോഗം വാഹനത്തിന്റെ മൈലേജ് അഥവാ ഇന്ധനക്ഷമതയെ കുറയ്ക്കുവാൻ കാരണമാകുമെന്ന് ഓർത്തുവെക്കുക. നമുക്കറിയാവുന്നതാണ്. വലതുകാൽ ഉപയോഗിച്ച് ആക്സിലറേറ്റർ പെഡലിൽ മർദ്ദം നൽകിയിട്ടാണ് വാഹനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നത്. അപ്പം ആക്സിലറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത് നമ്മുടെ വലതുകാൽ ഉപയോഗിച്ചുകൊണ്ടാണ്. വലതുകാൽ ഉപയോഗിച്ച് ആക്സിലറേറ്റർ പെഡലിൽ ആവശ്യമായിട്ടുള്ള മർദ്ദം നൽകിക്കൊണ്ടാണ് എന്തു ചെയ്യുന്നത്, ഇത് പ്രവർത്തിപ്പിക്കുന്നത്. അതുവഴി വാഹനത്തിന്റെ വേഗത വർദ്ധിക്കുകയും ചെയ്യുന്നു. വാഹനത്തിന്റെ ഫ്ലോറിൽ ഉപ്പൂറ്റി ഉറപ്പിച്ചുകൊണ്ട് കാൽപാദം ആക്സിലറേറ്റർ പെഡലിൽ അമർത്തുന്നു. ഇത് വാഹനത്തിന്റെ ഫ്ലോർ ആണെന്ന് സങ്കല്പിക്കുക. ഇത് നിങ്ങളുടെ കാൽപാദമാണെങ്കിൽ ഇത് ഉപ്പൂറ്റി, ഇത് കാലിന്റെ പാദത്തിന്റെ ഭാഗം. അതായത് ഉപ്പൂറ്റി വാഹനത്തിന്റെ ഫ്ലോറിൽ ഉറപ്പിക്കുന്നു. കാൽപാദം കൊണ്ടായിരിക്കും വാഹനത്തിന്റെ ആക്സിലറേറ്റർ പെഡൽ നിങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്. ഇതൊക്കെ എന്തിനാണ് ഇത്രയും ചെറിയ കാര്യങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയേക്കാം. നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോകുന്നത് നന്നായിരിക്കുമെന്ന് ഓർത്തു വെക്കുക. അടുത്തത് രണ്ടാമത്തെ കൺട്രോളാണ്. ഒരു വാഹനത്തെ നിയന്ത്രിക്കുന്ന രണ്ടാമത്തെ കൺട്രോളാണ് ബ്രേക്ക് പെഡൽ. ആദ്യം ആക്സിലറേറ്റർ റൈറ്റ് കോർണറിലായിട്ട് ആക്സിലറേറ്റർ പെഡൽ കാണപ്പെടും, നടുക്കായിട്ട് ബ്രേക്ക് പെഡൽ കാണപ്പെടുന്നു. അപ്പോൾ രണ്ടാമത്തെ കൺട്രോളാണ് എന്തെന്ന് പറയുന്നത് ബ്രേക്ക് പെഡൽ. നമുക്കറിയാം, വാഹനത്തിന്റെ വേഗത കുറയ്ക്കുവാനും നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് വാഹനത്തെ നിർത്തുവാനും ഉപയോഗിക്കുന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് ബ്രേക്ക് അഥവാ ബ്രേക്ക് പെഡൽ. വാഹനത്തിന്റെ വേഗത കുറയ്ക്കുന്നതിനും വാഹനത്തെ യഥാസ്ഥാനത്ത് നിർത്തുവാനും വേണ്ടിയുള്ള സംവിധാനമാണ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ വാഹനത്തിന്റെ ഗതികോർജം താപോർജമാക്കി മാറ്റപ്പെടുന്നു. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഗതികോർജം താപോർജമാക്കി മാറ്റപ്പെടുന്നു. ഗതികോർജം എന്നാൽ എന്താണ്? കൈനറ്റിക് എനർജി. ഈ കൈനറ്റിക് എനർജി എന്താക്കി മാറ്റപ്പെടുന്നു? ഹീറ്റ് എനർജി ആക്കി മാറ്റപ്പെടുന്നു. എന്താണ് ഗതികോർജം എന്ന് ചോദിച്ചാൽ, ഒരു വസ്തു സഞ്ചരിക്കുന്നത് മൂലം അതിന് ലഭിക്കുന്ന ഊർജത്തെയാണ് ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. കാറ് അല്ലെങ്കിൽ ഏതൊരു വാഹനവുമായിക്കോട്ടെ, ആ വാഹനം സഞ്ചരിക്കുന്നത് മൂലം അതിന് ലഭിക്കുന്ന ഊർജത്തെയാണ് ഗതികോർജം എന്ന് പറയുന്നത്. അപ്പോ അത്തരത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന്റെ ഗതികോർജം ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് വഴി താപോർജമാക്കി മാറ്റപ്പെടുന്നു എന്ന് നമ്മൾ ഓർത്തുവെക്കണം. നോക്കിക്കേ, ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി എന്തായി മാറ്റപ്പെടുന്നു? ഹീറ്റ് എനർജിയായി മാറ്റുന്നു എന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പോ എങ്ങനെയാണ് ഒരു വാഹനത്തിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രേക്കിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, ബ്രേക്ക് ലൈനിങ്ങും ഡ്രം അല്ലെങ്കിൽ ഡിസ്കും തമ്മിലുള്ള ഘർഷണം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതും ഓർത്തു വെച്ച, ഈ ഘർഷണം എന്ന വാക്ക് പ്രത്യേകം ഓർത്തു വെച്ചേക്കുക. ഘർഷണം അഥവാ ഫ്രിക്ഷൻ. അപ്പോ ഘർഷണം അഥവാ ഫ്രിക്ഷൻ സംഭവിക്കുന്നത് മൂലമാണ് വാഹനം നിൽക്കുന്നത്. എവിടെയാണ് ഫ്രിക്ഷൻ സംഭവിക്കുന്നത്? ബ്രേക്ക് ലൈനിങ്, അതേപോലെ തന്നെ ഡ്രം അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് ഡ്രം, ബ്രേക്ക് പാഡ് ഡിസ്ക് അല്ലെങ്കിൽ ബ്രേക്ക് ലൈനിങ് ഡിസ്ക്. അപ്പോ ബ്രേക്കിനും ഡ്രമ്മിനും അല്ലെങ്കിൽ ബ്രേക്കിനും ഡിസ്കിനും, ലൈനിങ്ങിനും ഡ്രമ്മിനും ലൈനിങ്ങിനും ഡിസ്കിനും അല്ലെങ്കിൽ പാഡിനും ഡിസ്കിനും ഇടയിലായിട്ടുള്ള ഘർഷണ ഫലമായിട്ട്, ഫ്രിക്ഷന്റെ ഫലമായിട്ടാണ് ബ്രേക്കിന്റെ ആപ്ലിക്കേഷൻ സംഭവിക്കുന്നത് അഥവാ ബ്രേക്കിംഗ് സംഭവിക്കുന്നത്. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോ ഡ്രം അല്ലെങ്കിൽ ഡിസ്ക് ബ്രേക്ക് ആയിക്കൊള്ളട്ടെ, അതിലെ ബ്രേക്കിംഗ് മെറ്റീരിയൽ അഥവാ ബ്രേക്ക് ഷൂ, ബ്രേക്ക് പാഡ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോ ഈ ബ്രേക്കിംഗ് മെറ്റീരിയൽ ഡ്രമ്മിനെതിരായിട്ടോ ഡിസ്കിനെതിരായിട്ടോ പ്രവർത്തിക്കുന്നു. ഇതിപ്പോ ഡ്രം ആണെന്നിരിക്കട്ടെ, ഇത് ബ്രേക്ക് ഷൂ ആണെന്നിരിക്കട്ടെ. നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഈ ഷൂ ഇങ്ങോട്ട് വരും.
എന്ന് വെച്ചാൽ ഈ ഡ്രമ്മിൽ കൃത്യമായിട്ട് ഉരയാൻ തുടങ്ങുമെന്നർത്ഥം. ഈ ഷൂ ഈ ഭാഗത്തേക്ക് വന്ന് ഈ ഭാഗത്തേക്ക് നിന്ന് ഉരയും. അപ്പോ രണ്ട് വശങ്ങളിലേക്ക് അകന്നുകൊണ്ട് ബ്രേക്ക് ഷൂ രണ്ട് വശങ്ങളിലേക്ക് അകന്ന് ആ ഡ്രമ്മിൽ കൃത്യമായിട്ട് ഉരയാൻ തുടങ്ങും. അങ്ങനെ ഉരയുന്നതിനെയാണ് അല്ലെങ്കിൽ ആ ഉരയുന്നതിനെ ഫ്രിക്ഷൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഘർഷണം എന്ന് പറയുന്നു. ഇങ്ങനെ ഘർഷണം സംഭവിക്കുന്നത് വഴി ചൂടുണ്ടാകുന്നു, വാഹനം നിൽക്കുന്നു. ഇപ്പോൾ വാഹനത്തിൽ താപോർജം, ഗതികോർജം എങ്ങനെ താപോർജമായി മാറുന്നു എന്ന് മനസ്സിലാവുന്നുണ്ടോ? അതായത് വാഹനം സഞ്ചരിക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, ബ്രേക്ക് ലൈനർ ഡ്രമ്മിനെതിരായിട്ട് തള്ളുന്ന സമയത്ത് അത് തമ്മിൽ ഉരഞ്ഞ് ഘർഷണം മൂലം താപോർജം ഉണ്ടാകുന്നു. ഗതികോർജം താപോർജമായി മാറ്റപ്പെടുന്നു. അതോടുകൂടി എന്ത് ചെയ്യുന്നു? ഈ ഘർഷണത്തിന്റെ ഫലമായിട്ട് വാഹനം നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. അടുത്തത്, വാഹനങ്ങളിൽ കൂടുതലായും ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സംവിധാനമാണ് ഉപയോഗിച്ചു വരുന്നത്. അപ്പൊ വലിയ വാഹനങ്ങളിലേക്കാണെന്നുണ്ടെങ്കിൽ ന്യൂമാറ്റിക് അഥവാ എയർ ബ്രേക്കിംഗ് ആണ്. സാധാരണ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് കണ്ടുവരുന്നത് ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സംവിധാനമാണ്. എന്താണ് ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സംവിധാനം എന്ന് ചോദിച്ചാൽ, ബ്രേക്കിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഒരു മീഡിയത്തിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് മീഡിയത്തിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും. എയർ ബ്രേക്കിംഗ് അല്ലെങ്കിൽ ന്യൂമാറ്റിക് ബ്രേക്കിംഗിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ബ്രേക്കിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് എന്താണ്? എയർ ആണ്. വായുവിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ബ്രേക്കിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഹൈഡ്രോളിക് ബ്രേക്കിംഗിലാണെങ്കിലോ ഒരു ഫ്ലൂയിഡ്, ഹൈഡ്രോളിക് ഫ്ലൂയിഡിന്റെ സഹായത്തോട് കൂടി അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഫ്ലൂയിഡിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും ഹൈഡ്രോളിക് ബ്രേക്കിംഗ് വാഹനത്തിൽ സാധ്യമാക്കുന്നത് എന്ന് ഓർത്തു വച്ചേക്കുക. ബ്രേക്ക് പെഡലിൽ പ്രയോഗിക്കുന്ന മർദ്ദം മൂലം ബ്രേക്ക് അസംബ്ലിയുടെ ഭാഗമായ മാസ്റ്റർ സിലിണ്ടറിൽ മർദ്ദം രൂപീകരിക്കപ്പെടുന്നു. അപ്പോ നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? ബ്രേക്ക് അസംബ്ലിയുടെ ഭാഗമായ മാസ്റ്റർ സിലിണ്ടറിൽ ഒരു പ്രഷർ ഉണ്ടാകുന്നു, ഒരു മർദ്ദം രൂപീകരിക്കപ്പെടുന്നു. നമ്മൾ ബ്രേക്ക് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത്, പെഡലിൽ കാലമർത്തുന്ന സമയത്ത് ബ്രേക്ക് അസംബ്ലിയുമായി ബന്ധപ്പെട്ട മാസ്റ്റർ സിലിണ്ടറിൽ മർദ്ദം രൂപീകരിക്കപ്പെടുന്നു, ഒരു പ്രഷർ ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന മർദ്ദം മാസ്റ്റർ സിലിണ്ടറിലെ ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ ബ്രേക്ക് ലൈനുകളിലേക്ക് തള്ളുന്നു. നമ്മൾ ബ്രേക്ക് പെഡലിൽ കാലമർത്തുന്നു. ബ്രേക്ക് അസംബ്ലിയുടെ ഭാഗമായിട്ടുള്ള മാസ്റ്റർ സിലിണ്ടറിൽ എന്താണ്? അവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ ഉയർന്ന മർദ്ദത്തില് ബ്രേക്കിംഗ് ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ ബ്രേക്ക് ലൈനുകളിലേക്ക് തള്ളുന്നു. ഒരു ഉദാഹരണം ഞാനൊന്ന് വരച്ച് കാണിക്കാം. ഇത് നമ്മുടെ ബ്രേക്ക് പെഡലാണെന്ന് സങ്കല്പിക്കുക. ഇത് നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ ആണെന്ന് സങ്കല്പിക്കുക. ഇത് ഫ്രണ്ട് വീൽ ബ്രേക്ക്, ഇത് ബാക്ക് വീൽ ബ്രേക്ക്. അപ്പൊ ഈ വരകൾ എന്താണെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം. ഈ വരയെയാണ് നമ്മൾ ബ്രേക്ക് ലൈൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ബ്രേക്കിംഗ് ഫോഴ്സ് ഇവിടെ കൊടുക്കുന്ന സമയത്ത് മാസ്റ്റർ സിലിണ്ടറിനുള്ളിലുള്ള ഈ പിസ്റ്റൺ ഉയർന്ന മർദ്ദത്തിൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഫ്ലൂയിഡിനെ ഈ ബ്രേക്ക് ലൈനുകളിലേക്ക് തള്ളും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ബ്രേക്ക് പെഡലിൽ കാലമർത്തുന്ന സമയത്ത്, വാഹനത്തെ നിർത്തുവാൻ വേണ്ടി ബ്രേക്ക് പെഡലിൽ നമ്മൾ കാലമർത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? മാസ്റ്റർ സിലിണ്ടറിനുള്ളിലുള്ള പിസ്റ്റൺ ഉയർന്ന മർദ്ദത്തിൽ ബ്രേക്കിംഗ് ഫ്ലൂയിഡിനെ ബ്രേക്ക് ലൈനുകളിലേക്ക് തള്ളും. അപ്പോ ഈ ഉയർന്ന മർദ്ദത്തിലുള്ള ബ്രേക്ക് ഫ്ലൂയിഡ് ബ്രേക്ക് ലൈനുകളിൽ നിന്നും ബ്രേക്ക് ഡ്രം അല്ലെങ്കിൽ ബ്രേക്ക് വാഹനത്തിന്റെ വീലുകളിലേക്ക് എത്തും. അവിടെ എന്തുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക് ലൈനിലുള്ള ഉയർന്ന മർദ്ദത്തിലെ ബ്രേക്ക് ഫ്ലൂയിഡ് വീൽ സിലിണ്ടറിനെ പ്രവർത്തിക്കുകയും അതുവഴി ബ്രേക്ക് ഷൂ അഥവാ പാഡുകൾ പ്രവർത്തിച്ച് വാഹനത്തിന്റെ വേഗത കുറിച്ച് യഥാസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, ബ്രേക്ക് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്
മാസ്റ്റർ സിലിണ്ടറിനുള്ളിലെ പിസ്റ്റൺ പ്രവർത്തിക്കും. ഈ പിസ്റ്റൺ അവിടെയുള്ള ബ്രേക്ക് ഫ്ലൂയിഡിനെ ഉയർന്ന മർദ്ദത്തിൽ ബ്രേക്ക് ലൈനുകളിലേക്ക് തള്ളും. ബ്രേക്ക് ലൈനിലൂടെ ഉയർന്ന മർദ്ദത്തിലുള്ള ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് വീൽ സിലിണ്ടറിലേക്ക് എത്തും. ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്. വീൽ സിലിണ്ടറുകളിലേക്ക് എത്തും. വീൽ സിലിണ്ടർ എന്ത് ചെയ്യും? ആ സമയത്ത് ഈ ബ്രേക്ക് ഷൂവിനെ രണ്ട് വശങ്ങളിലേക്ക് തള്ളും. ബ്രേക്ക് ഷൂവിനെ രണ്ട് വശങ്ങളിലേക്ക് തള്ളുമ്പോ ബ്രേക്ക് ഷൂ വന്ന് ഡ്രമ്മിന്റെ ഈ സൈഡിൽ ഉരയും. സൈഡിൽ ഉരഞ്ഞ് അതിശക്തമായിട്ട് ഉരഞ്ഞ് എന്തു ചെയ്യും? ബ്രേക്കിംഗ് സാധ്യമാക്കും. വാഹനത്തിന്റെ വേഗത കുറച്ച് വാഹനത്തെ യഥാസ്ഥാനത്ത് നിർത്തുമെന്നാണ് ബ്രേക്കിങ്ങിന്റെ പ്രവർത്തന തത്വം. ബേസിക്കലി ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഡ്രമ്മിലായാലും ഡിസ്കിലായാലും ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഓർത്ത് വെക്കുക. നോക്കുക, ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ രേഖാചിത്രമാണ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ ബ്രേക്ക് പെഡൽ തന്നിട്ടുണ്ട്. ഇതാണ് ബ്രേക്ക് പെഡല്. ബ്രേക്ക് ഡ്രം തന്നിട്ടുണ്ട്. ഇവിടെ കാലിപ്പർ തന്നിട്ടുണ്ട്. അതായത് ഡിസ്ക് ബ്രേക്കിന്റെ അസംബ്ലി തന്നിട്ടുണ്ട്. മാസ്റ്റർ സിലിണ്ടർ ഉണ്ട്. ഈ കാണുന്ന വരകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് ലൈനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പാർട്ടുകൾ ഏറെക്കുറെ മനസ്സിലായി കാണും. ഈ ഭാഗത്തെ നമ്മൾ വീൽ സിലിണ്ടർ എന്ന് പറയുന്നു. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമ്മൾ ബ്രേക്കിങ്ങിന് വേണ്ടി പ്രഷർ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്രേക്ക് പെഡലിൽ കാലമർത്തി വെച്ചുകൊണ്ട് തള്ളുന്നു. തള്ളുമ്പോൾ ഈ ഭാഗം മുന്നോട്ട് നീങ്ങും. ഈ മാസ്റ്റർ സിലിണ്ടറിനുള്ളിൽ ഒരു പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റൺ പ്രവർത്തിച്ച് മാസ്റ്റർ സിലിണ്ടറിനുള്ളിൽ നിന്നും ഉയർന്ന മർദ്ദത്തിലുള്ള ബ്രേക്ക് ഫ്ലൂയിഡ് ബ്രേക്ക് ലൈനുകളിലേക്ക് സഞ്ചരിക്കും. ഓർത്തു വെക്കണേ. അപ്പോ മാസ്റ്റർ സിലിണ്ടറിനുള്ളിൽ നിന്നും ഉയർന്ന മർദ്ദത്തിലുള്ള ബ്രേക്ക് ഫ്ലൂയിഡ് ബ്രേക്കിംഗ് ലൈനുകളിലേക്ക് വരും. ഈ ബ്രേക്കിംഗ് ലൈനുകളിലൂടെ ബ്രേക്ക് ഫ്ലൂയിഡ് എവിടേക്ക് എത്തും? നമ്മുടെ വീൽ സിലിണ്ടറിലേക്ക് എത്തും. ദേ ഡിസ്ക് ബ്രേക്കിന്റെ ഭാഗത്തേക്കും പോകുന്നുണ്ട്. ബ്രേക്കിംഗ് ലൈനുകളിൽ ഉയർന്ന മർദ്ദത്തിലുള്ള ബ്രേക്ക് ഫ്ലൂയിഡ് വീൽ സിലിണ്ടറിലേക്ക് എത്തും. വീൽ സിലിണ്ടർ പ്രവർത്തിക്കും. ഇവിടെ ഈ ഭാഗം ഇങ്ങോട്ടും തള്ളും, ഈ ഭാഗം ഇങ്ങോട്ടും തള്ളും. ഈ വീൽ സിലിണ്ടർ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. വീൽ സിലിണ്ടർ പ്രവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ബ്രേക്ക് ഷൂ ഉണ്ടല്ലോ, ബ്രേക്ക് ഷൂ ഡ്രമ്മിലേക്ക് അമരാൻ തുടങ്ങും. ഡ്രമ്മിന്റെ ഈ ഭാഗത്തേക്ക് തള്ളും, ബ്രേക്ക് ഷൂ ഈ ഭാഗത്തേക്ക് തള്ളും. ദേ വീൽ സിലിണ്ടർ ആണിത്. വീൽ സിലിണ്ടർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും വീൽ സിലിണ്ടറിനകത്ത് നിന്ന്. അതോടുകൂടി ബ്രേക്ക് ഷൂ ഡ്രമ്മിന്റെ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. ഈ ഭാഗം ബ്രേക്ക് ഷൂവിന്റെ ഈ ഭാഗം വന്ന് ഡ്രമ്മിൽ അതിശക്തമായിട്ട് ഉരയാൻ തുടങ്ങും. അതേപോലെ തന്നെ കാലിപ്പറിനുള്ളിലെ ബ്രേക്ക് പാഡുകള് ഡിസ്കിലേക്ക് ചേരുവാനും തുടങ്ങും. ഡിസ്കിനെ അതിശക്തിയായി പിടിച്ചു നിർത്തുവാൻ ശ്രമിക്കും. അങ്ങനെ ഈ ബ്രേക്കിംഗ് ഫോഴ്സ് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? വാഹനത്തിൽ ബ്രേക്കിംഗ് സംഭവിക്കുന്നത്. മാസ്റ്റർ സിലിണ്ടറിനുള്ളിൽ നിന്നും ഹൈ പ്രഷർ ആയിട്ടുള്ള ബ്രേക്ക് ഫ്ലൂയിഡ് ബ്രേക്ക് ലൈനുകളിലൂടെ വീൽ സിലിണ്ടറിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് വീൽ സിലിണ്ടർ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു. വീൽ സിലിണ്ടർ പ്രവർത്തിച്ച് ബ്രേക്ക് ഷൂവിനെ അല്ലെങ്കിൽ ബ്രേക്ക് പാഡിനെ ഡ്രമ്മിനെതിരായോ ഡിസ്കിനെതിരായോ തള്ളുന്നു. ഈ തള്ളിച്ച കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ബ്രേക്കിംഗ് സംഭവിക്കുന്നത്. അങ്ങനെ അവിടെ ഘർഷണം രൂപീകരിക്കപ്പെടുന്നു. ഘർഷണത്തിന്റെ ഫലമായിട്ട് വാഹനത്തിന്റെ വേഗത കുറഞ്ഞ വാഹനം നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇപ്രകാരം ബ്രേക്ക് പാഡ് ബ്രേക്ക് ലൈനിങ്ങിൽ ലഭിക്കുന്ന മർദ്ദം റോട്ടറിനെതിരായോ ഡ്രമ്മിനെതിരായോ പ്രവർത്തിച്ച് വാഹനത്തിന്റെ വേഗത കുറയ്ക്കുകയോ വാഹനം യഥാസ്ഥാനത്ത് നിർത്തുകയോ ചെയ്യുന്നു. നോക്കിക്കേ, മാസ്റ്റർ സിലിണ്ടർ പെഡൽ ഫോഴ്സിനെ ഹൈഡ്രോളിക് പ്രഷറാക്കി മാറ്റുന്നു. മാസ്റ്റർ സിലിണ്ടറിന്റെ പ്രവർത്തനം എന്താണ്? മാസ്റ്റർ സിലിണ്ടറിന്റെ പ്രവർത്തനം ചോദിച്ചാൽ പെഡൽ ഫോഴ്സ്, അതായത് നമ്മൾ ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് ബ്രേക്ക് പെഡലിൽ ഉപയോഗിക്കുന്ന മർദ്ദം, അതിനെയാണ് പെഡൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ പെഡൽ ഫോഴ്സിനെ എന്താക്കി മാറ്റുന്നു? ഹൈഡ്രോളിക് പ്രഷർ ആക്കി മാറ്റുന്നു എന്ന് ഓർത്തു വെക്കുക. ബ്രേക്ക് പെഡൽ അമർത്തുമ്പോൾ മാസ്റ്റർ സിലിണ്ടറിലെ പിസ്റ്റൺ പ്രവർത്തിച്ച് ബ്രേക്ക് ഫ്ലൂയിഡിനെ ഉയർന്ന മർദ്ദത്തിൽ ചലിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലെ? അപ്പോ നമ്മൾ ബ്രേക്കിങ്ങിന് വേണ്ടി പെഡൽ അമർത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? മാസ്റ്റർ സിലിണ്ടറിനുള്ളിലെ പിസ്റ്റൺ അസംബ്ലി ബ്രേക്ക് ഫ്ലൂയിഡിനെ ഉയർന്ന മർദ്ദത്തിലേക്ക് മാറ്റി എവിടേക്ക് കടത്തിവിടുന്നു?
ബ്രേക്ക് ലൈനുകളിലേക്ക് കടത്തിവിടുന്നു എന്ന് ഓർത്തു വെക്കുക. അടുത്ത നോക്കി, ബ്രേക്ക് പെഡൽ റിലീസ് ചെയ്യുമ്പോൾ റിട്ടേൺ സ്പ്രിങ്ങുകളുടെ സഹായത്തോടു കൂടി പിസ്റ്റൺ യഥാസ്ഥാനത്ത് തിരിച്ചെത്തുന്നു. അപ്പൊ മാസ്റ്റർ സിലിണ്ടർ അസംബ്ലിക്കുള്ളില് റിട്ടേൺ സ്പ്രിങ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ റിട്ടേൺ സ്പ്രിങ്ങുകളുടെ സഹായത്തോട് കൂടിയിട്ട് എന്തു ചെയ്യുന്നു? പിസ്റ്റൺ യഥാസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നു. എപ്പോഴാണ്? നമ്മൾ ബ്രേക്ക് പെഡലിൽ നിന്ന് കാല് മാറ്റുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ബ്രേക്ക് പെഡലിൽ നിന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം കാല് മാറ്റുന്നു. കാല് മാറ്റുമ്പോൾ മാസ്റ്റർ സിലിണ്ടർ അസംബ്ലിയിലുള്ള റിട്ടേൺ സ്പ്രിങ്ങുകൾ പിസ്റ്റനെ യഥാസ്ഥാനത്തേക്ക്, സിലിണ്ടറിനകത്തുള്ള പിസ്റ്റനെ യഥാസ്ഥാനത്തേക്ക് തിരിച്ചെത്തിക്കുന്നു. മാസ്റ്റർ സിലിണ്ടറിനോട് ചേർന്ന് ബ്രേക്ക് ഫ്ലൂയിഡ് റിസർവോയർ കാണപ്പെടുന്നു. ബ്രേക്ക് ഫ്ലൂയിഡിന്റെ അളവിലെ വ്യത്യാസം പരിഹരിക്കപ്പെടുന്നത് റിസർവോയറിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ബ്രേക്ക് ഫ്ലൂയിഡ് ഉപയോഗിച്ചാണ്. അപ്പോ മാസ്റ്റർ സിലിണ്ടറിനോട് ചേർന്ന് തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് റിസർവോയർ ഉണ്ട്. ഈ റിസർവോയർ ആണ് ആവശ്യത്തിനനുസരിച്ചുള്ള ബ്രേക്ക് ഫ്ലൂയിഡിനെ ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാൻ സഹായിക്കുന്നത്. ഉദാഹരണത്തിന് ബ്രേക്ക് ഫ്ലൂയിഡിന്റെ അളവ് റിസർവോയിൽ കുറഞ്ഞിരിക്കട്ടെ, നമ്മൾ ഇടയ്ക്കിടെ വാഹനത്തിന്റെ ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാറില്ലേ? ആ ഫില്ല് ചെയ്യുന്ന ബ്രേക്ക് ഫ്ലൂയിഡ് എത്തുന്നത് റിസർവോയറിലാണെന്ന് ഓർത്തു വെക്കുക. അപ്പോ ഈ റിസർവോയർ ആണ് ആവശ്യാനുസരത്തിന് ബ്രേക്ക് ഫ്ലൂയിഡിനെ ബ്രേക്ക് ലൈനിങ്ങിലേക്ക് കടത്തിവിടുന്നത്. അല്ലെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡിന്റെ അളവ് കുറയുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ, ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നത് റിസർവോയറിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള ബ്രേക്ക് ഫ്ലൂയിഡ് ആണെന്ന് ഓർത്തു വെക്കുക. നോക്കിക്കേ, അടുത്തത് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ബ്രേക്ക് ചവിട്ടുന്നത് മുതൽ വാഹനം നിൽക്കുന്നത് വരെ സഞ്ചരിച്ച ദൂരത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. നോക്കുക, വാഹനം ഓടിക്കുന്ന സമയത്ത് തൊട്ടു മുന്നിൽ ഒരു സംഭവം ഉണ്ടായി എന്നിരിക്കട്ടെ. വാഹനത്തിന്റെ ബ്രേക്ക് അമർത്തുന്നു, വാഹനം കുറച്ചു മുന്നോട്ട് നീങ്ങി നിൽക്കുന്നു. അപ്പോ ബ്രേക്ക് ചവിട്ടിയത് മുതൽ വാഹനം നിന്നത് വരെ വാഹനം സഞ്ചരിച്ച ദൂരത്തെയാണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലേക്ക് ഒരു വാഹനം സഞ്ചരിക്കുന്നു. എയിൽ നിന്നും ബിയിലേക്ക് ഒരു വാഹനം സഞ്ചരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. വാഹനത്തിന്റെ ഡ്രൈവർ പോയിന്റ് സിയിൽ വെച്ചിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. വാഹനം സിയിൽ നിന്നും ഡി വരെ സഞ്ചരിച്ച് നിൽക്കുന്നു. ഡി വരെ സഞ്ചരിച്ചു നിൽക്കുന്നു. എന്താണ് ഞാൻ പറഞ്ഞത്? എയിൽ നിന്നും ബിയിലേക്കാണ് ഒരു വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വാഹനം നിർത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ തൊട്ടു മുന്നിൽ ഒരു അപകടം കാണുന്ന സമയത്തോ എന്തോ ആയിക്കൊള്ളട്ടെ, വാഹനത്തിന്റെ ഡ്രൈവർ സി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. ഡി എന്ന് പറയുന്ന പോയിന്റിൽ വാഹനം നിൽക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സിക്കും ഡിക്കും ഇടയിലുള്ള ദൂരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ബ്രേക്ക് ചവിട്ടുന്നത് മുതൽ വാഹനം നിൽക്കുന്നത് വരെ സഞ്ചരിച്ച ദൂരത്തെയാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. സിയിൽ ബ്രേക്ക് ചവിട്ടി, ഡിയിൽ വാഹനം നിന്നു. സിക്കും ഡിക്കും ഇടയിലുള്ള ആ ദൂരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. പലപ്പോഴായിട്ട് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് റിയാക്ഷൻ ഡിസ്റ്റൻസ് എന്താണെന്നാണ്. റിയാക്ഷൻ ഡിസ്റ്റൻസ്, ഡ്രൈവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്ന ആ സമയം മുതൽ ബ്രേക്ക് ചവിട്ടുന്ന സമയം വരെ വാഹനം ഓടിയ ദൂരത്തെയാണ് റിയാക്ഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഒരു അപകട സാധ്യത മുന്നിൽ കണ്ട് ബ്രേക്ക് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി ബ്രേക്ക് പെഡലിൽ കാൽ വെച്ച് ബ്രേക്ക് ചവിട്ടുവാൻ തുടങ്ങുന്നത് വരെ വാഹനം ഓടിയ ദൂരത്തെയാണ് റിയാക്ഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് വാഹനത്തിന്റെ ഡ്രൈവർ ഒരു അപകടം മുന്നിൽ കാണുന്നു. ഓക്കെ, ആ സമയത്ത് വാഹനത്തിന്റെ ഡ്രൈവർ ബ്രേക്ക് പെഡലിൽ തന്റെ കാല് കൊണ്ടുവന്ന് വെക്കുന്നു. ഓക്കെ, ഇത് ബ്രേക്ക് പെഡലിൽ ഡ്രൈവറിന്റെ കാലാണെന്ന് നോക്കുക. അപ്പം എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് ഒരു അപകടം കണ്ട ഡ്രൈവർ വാഹനത്തിന്റെ ബ്രേക്ക് പെഡലിൽ കാൽ വെക്കുന്നു, അമർത്തുന്നില്ല, കാൽ വെക്കുന്നു. ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും ബ്രേക്ക് ചവിട്ടുന്നു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ മുതൽ ബി വരെ സഞ്ചരിച്ച ദൂരത്തെയാണ് റിയാക്ഷൻ ഡിസ്റ്റൻസ്.
റിയാക്ട് ചെയ്യുന്ന സമയത്ത് വാഹനം ഓടിയ ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുക. എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഒരു അപകട സാധ്യത മുന്നിൽ കാണുന്നു. അപ്പോ വാഹനം നിർത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ബ്രേക്ക് പെഡലിൽ കാൽ വെക്കുന്നു. എ എന്ന് പറയുന്ന പോയിന്റിലാണ് കാൽ വെച്ചത്. ഓക്കെ, അത് കഴിഞ്ഞ് ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയപ്പോഴേക്കും ഡ്രൈവർ ബ്രേക്ക് ചവിട്ടുന്നു. ബ്രേക്ക് പെഡലിൽ കാൽ വെച്ച് ബ്രേക്ക് ചവിട്ടുന്നത് വരെ വാഹനം സഞ്ചരിച്ച ദൂരത്തെയാണ് എന്തെന്ന് പറയുന്നത്? റിയാക്ഷൻ ഡിസ്റ്റൻസ്. നോക്കിയേ, എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് ബ്രേക്ക് പെഡലിൽ കാൽ വയ്ക്കുന്നു. ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും ബ്രേക്ക് പെഡലിൽ കാൽ അമർത്തുന്നു. എക്കും ബിക്കും ഇടയിലുള്ള ദൂരത്തെ എന്തെന്ന് വിളിക്കാം? റിയാക്ഷൻ ഡിസ്റ്റൻസ് എന്ന് വിളിക്കാം. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത നോക്കിയേ, ഫുട്ട് ബ്രേക്ക് വാഹനത്തിന്റെ 4 ചക്രങ്ങളെയും ഒരുമിച്ച് പിടിച്ചു നിർത്തുന്നതാണ്. ഇതും പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഫുട്ട് ബ്രേക്കിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? വാഹനത്തിന്റെ 4 ചക്രങ്ങളെയും ഒരുമിച്ച് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അപ്പോ ഫുട്ട് ബ്രേക്ക് വാഹനത്തിന്റെ 4 ചക്രങ്ങളിലും ഒരേപോലെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക. പക്ഷേ അതേസമയം ഹാൻഡ് ബ്രേക്ക് ആണെങ്കിലോ വാഹനത്തിന്റെ പിൻചക്രങ്ങളെ മാത്രമാണ് പിടിച്ചു നിർത്തുന്നത്. പിൻചക്രങ്ങളെ ലോക്ക് ചെയ്ത് നിർത്തുന്നതാണ് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക്. പക്ഷേ ഫുട്ട് ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ 4 ചക്രങ്ങളിലും ഒരേപോലെയാണ് പ്രവർത്തിക്കുന്നത്. വാഹനത്തിന്റെ 4 ചക്രങ്ങളെയും പിടിച്ചു നിർത്തുന്ന തരം ബ്രേക്കിനെ എന്തെന്ന് പറയാം? ഫുട്ട് ബ്രേക്ക് എന്ന് പറയാം. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഹാൻഡ് ബ്രേക്ക് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഫുട്ട് ബ്രേക്കിംഗ് ആവശ്യമില്ല. ഹാൻഡ് ബ്രേക്കിംഗ് സംവിധാനം വാഹനത്തിന്റെ പിൻചക്രങ്ങളെ പിടിച്ചു നിർത്തുന്നതാണ്. വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഹാൻഡ് ബ്രേക്ക് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, കാൽ തുടർച്ചയായി ബ്രേക്ക് പെഡലിൽ ചവിട്ടിക്കൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ ബ്രേക്ക് ചൂടാകുവാനും ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറയുവാനും കാരണമാകാറുണ്ട്. കുത്തനെയുള്ള ഇറക്കങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് പലപ്പോഴും തുടർച്ചയായി നമ്മൾ ബ്രേക്ക് പെഡലിൽ കാൽ വെച്ചുകൊണ്ടാണ് ഓടിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനർ ഡ്രമ്മിനെതിരെ പ്രവർത്തിച്ച് ഡ്രമ്മിനെതിരെ ഉരഞ്ഞുരഞ്ഞുരഞ്ഞ് ബ്രേക്ക് ലൈനർ ഭയങ്കരമായ ചൂടുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചൂടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ബ്രേക്കിംഗ് ആക്ഷൻ നടക്കാതെ വരും. അതാണ് പറയുന്നത് ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറയുമെന്ന്. അപ്പോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായി ബ്രേക്ക് കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറയുന്നു. എന്തുകൊണ്ടായിരിക്കാം? അമിതമായിട്ട് ബ്രേക്ക് പാഡുകൾ അല്ലെങ്കിൽ ബ്രേക്ക് ലൈനർ ഉരഞ്ഞ് ചൂടാകുന്നതിന്റെയാണ്. അപ്പോ ഈ തുടർച്ചയായിട്ട് കാൽ ബ്രേക്ക് പെഡലിൽ വെച്ച് വാഹനം ഓടിക്കരുത്. അത്തരം സാഹചര്യങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? കുറെ കഴിയുമ്പോഴേക്കും ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറയുകയും വിചാരിച്ച സ്ഥലത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മെക്കാനിക്കൽ ബ്രേക്കിംഗിന് പകരമായി എയർ ബ്രേക്കിംഗ് അഥവാ ന്യൂമാറ്റിക് ബ്രേക്കിംഗ് എന്നൊരു പേര് കൂടിയുണ്ട്. ഹൈഡ്രോളിക് ബ്രേക്കിംഗ് എന്ന സംവിധാനങ്ങളാണ് നിലവിൽ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പം നിലവിൽ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് മെക്കാനിക്കൽ ബ്രേക്കിംഗിന് പകരമായിട്ട് ഹൈഡ്രോളിക് ബ്രേക്കിംഗ് അല്ലെങ്കിൽ എയർ ബ്രേക്കിംഗ് അഥവാ ന്യൂമാറ്റിക് ബ്രേക്കിംഗ് എന്നീ സംവിധാനങ്ങളാണെന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. ഹൈഡ്രോളിക് ബ്രേക്കിംഗിൽ റിസർവോയറിലെ ബ്രേക്ക് ഫ്ലൂയിഡിൽ ലഭിക്കുന്ന മർദ്ദം ഉപയോഗിച്ച് ബ്രേക്കിംഗ് നടത്തുമ്പോൾ റിസർവോയറിലെ കംപ്രസ്ഡ് എയർ ഉപയോഗിച്ച് എയർ ബ്രേക്കിംഗ് സാധ്യമാകുന്നു. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ചുമ്മാ ഒരു പ്രവർത്തനമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് വളരെ ലൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഹൈഡ്രോളിക് ബ്രേക്കിംഗിൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് അഥവാ ബ്രേക്ക് ഫ്ലൂയിഡിൽ ലഭിക്കുന്ന മർദ്ദമാണ് എന്തിനുപയോഗിക്കുന്നത്? ബ്രേക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. റിസർവോയറിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള ബ്രേക്ക് ഫ്ലൂയിഡിലെ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡിൽ ലഭിക്കുന്ന മർദ്ദമാണ് ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിലെ ബ്രേക്കിംഗ് ഫോഴ്സ് നൽകുന്നത്. പക്ഷേ എയർ ബ്രേക്കിംഗ് അഥവാ ന്യൂമാറ്റിക് ബ്രേക്കിംഗിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? കംപ്രസ്ഡ് എയർ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ബ്രേക്കിംഗ് സാധ്യമാകുന്നത്. റിസർവോയറിലെ കംപ്രസ്ഡ് എയർ ഉപയോഗിച്ചുകൊണ്ടാണ് ബ്രേക്കിംഗ് ആക്ഷൻ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ആവശ്യമായിട്ടുള്ള ഫോഴ്സ് കൊടുക്കുന്നതെന്ന് ഓർത്തു വെച്ചേക്കുക. ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നത് പാസ്കൽ നിയമം അനുസരിച്ചാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ബ്രേക്കിങ്ങിന്റെ കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പാസ്കൽ നിയമം. പലപ്പോഴായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഹൈഡ്രോളിക് ബ്രേക്കിങ്ങിന്റെ പ്രവർത്തന തത്വം എന്ത്? കണ്ണും പൂട്ടി എഴുതിക്കോണം. പാസ്കൽസ് ലോ, പാസ്കൽ നിയമമാണ്. പാസ്കൽ നിയമം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിലിരിക്കുന്ന ഫ്ലൂയിഡിന്റെ ഒരു ഭാഗത്തേക്ക് മർദ്ദം പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ ആണെന്നുണ്ടെങ്കിൽ, അടച്ചു മൂടപ്പെട്ട ഒരു പാത്രമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം
ആ ഫ്ലൂയിഡിന്റെ എല്ലാ ഭാഗത്തേക്കും തുല്യമായി വിതരണം ചെയ്യും. ക്ലോസ്ഡ് കണ്ടെയ്നറിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡിലേക്ക് ഒരു പോയിന്റിൽ നിങ്ങൾ മർദ്ദം പ്രയോഗിക്കുമ്പോൾ അതിന്റെ എല്ലാ ഭാഗത്തേക്കും മർദ്ദം തുല്യമായി വീതിച്ചു കൊടുക്കപ്പെടും എന്നുള്ളതാണ് പാസ്കൽ നിയമം പറയുന്നത്. നമുക്ക് പാസ്കൽ നിയമം ഒന്നും പഠിക്കണ്ട, പക്ഷേ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. പാസ്കൽ നിയമം അനുസരിച്ചാണ് ഹൈഡ്രോളിക് ബ്രേക്കിംഗ് പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം. പലപ്പോഴായി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ബ്രേക്ക് ചെയ്യുമ്പോൾ വാഹനം ഒരു വശത്തേക്ക് പോകുന്നുവെങ്കിൽ അതിനെ ബ്രേക്ക് ഡ്രാഗിംഗ് എന്ന് പറയുന്നു. നോക്കിയേ, വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വശത്തേക്ക് വാഹനം തെന്നുന്നുവെങ്കിൽ അതിനെന്തെന്ന് പറയാം? ബ്രേക്ക് ഡ്രാഗിംഗ് എന്ന് പറയാൻ പറ്റും. ആ ഒരു വശത്തേക്ക് കൂടുതലായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് വാഹനം തെന്നി മാറുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോ നോക്കുക, ബ്രേക്ക് ചെയ്യുമ്പോൾ വാഹനം ഒരു വശത്തേക്ക് പോകുന്നുവെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം? ബ്രേക്ക് ഡ്രാഗിംഗ് എന്ന് വിളിക്കാം. അടുത്തതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. വേഗത ഇരട്ടിക്കുമ്പോൾ ബ്രേക്കിംഗ് ദൂരം 4 ഇരട്ടിയാകും. അപ്പൊ വേഗത ഇരട്ടിക്കുമ്പോൾ നിങ്ങളുടെ സ്പീഡ് എന്ന് പറയുന്നത് ഇരട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ഇരട്ടിയായിട്ട് മാറുമെന്ന് ഓർത്തുകൊള്ള. സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് PSC പരീക്ഷ, ഡ്രൈവർ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമായിരുന്നു. വേഗത ഇരട്ടിക്കുമ്പോൾ ബ്രേക്കിംഗ് ദൂരം എന്തായി മാറും? 4 ഇരട്ടിയായിട്ട് മാറുമെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പോ ഈ ഒരു ഭാഗത്തിലെ ഫൂട്ട് കൺട്രോളുകളുടെ ഭാഗത്തിലെ ബ്രേക്ക്, ക്ലച്ച്, ആക്സിലറേറ്റർ, ഇത് മൂന്നുമാണ് നമ്മൾ നോക്കിയത്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ബാക്കിയുള്ള കൺട്രോളുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വീഡിയോകൾ കാണുക. നന്ദി, നമസ്കാരം.